ഇന്ത്യയിലുള്ള പൗരന്മാർക്കു പുറമെ യുഎഇയിലുള്ളവർക്കും നരേന്ദ്രമോദി സർക്കാരിന്റെ 10 വർഷത്തെ വികസന നേട്ടങ്ങളെ എണ്ണിപ്പറഞ്ഞ മൊബൈൽ നമ്പറുകളിലേക്ക് വാട്സ്ആപ്പ് സന്ദേശം എത്തിയിരിക്കുകയാണ്. ഇന്ത്യക്കാർക്കു പുറമെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യക്കാർക്കും ഈ സന്ദേശം ലഭിച്ചിട്ടുണ്ട്. എങ്ങനെ ഇത്തരത്തിലുള്ള സന്ദേശം ലഭിച്ചുവെന്നാണ് ആളുകൾ ചിന്തിക്കുന്നത്. വികസിത് ഭാരത് സമ്പർക്ക് എന്ന അക്കൗണ്ടിൽ നിന്ന് അയച്ച സന്ദേശത്തിൽ കേന്ദ്ര സർക്കാർ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കാനുള്ള അഭ്യർത്ഥനയുമുണ്ട്. 2047 ലക്ഷ്യം വെച്ചുള്ള ഇന്ത്യയുടെ വികസന പ്രവർത്തനങ്ങൾക്കായി ജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങളും ആശയങ്ങളും ആരാഞ്ഞുകൊണ്ടുള്ള സർക്കാർ നോട്ടീസിൽ എന്നാൽ GST നടപ്പിലാക്കൽ, ആർട്ടിക്കിൾ 370 നീക്കം ചെയ്യൽ, മുത്തലാഖ് നിരോധനം, നാരി ശക്തി വന്ദൻ ആക്ട് എന്നീ കേന്ദ്ര സർക്കാർ നേട്ടങ്ങളാണ് എണ്ണിപ്പറയുന്നത്. തീവ്രവാദത്തിനും തീവ്ര ഇടതുപക്ഷ ആക്രമണങ്ങൾ എന്നിവയെ ചെറുത്തതിനെക്കുറിച്ചും പരാമർശമുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം രാഷ്ട്രീയ അജണ്ടയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമല്ല വിദേശ പൗരന്മാരിൽ ചിലർക്കും ഈ സന്ദേശം എത്തിയിട്ടുണ്ട് എന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം പുകയുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ നടപടി അഭിപ്രായ ശേഖരണം ലക്ഷ്യം വെച്ചുള്ളതല്ലെന്നും മറിച്ച് രാഷ്ട്രീയ അജണ്ടയാണെന്നും കോൺഗ്രസിന്റെ കേരള ഘടകം ആരോപിച്ചു. വാട്സ്ആപ്പിൽ വന്ന സന്ദേശത്തോടൊപ്പമുള്ള PDF-ൽ BJPയുടെ നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന ഉള്ളടക്കമാണെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. സർക്കാരിന്റെ ഡേറ്റാബേസ് ദുരുപയോഗം ചെയ്ത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഉപയോഗിക്കുന്നുവെന്നും കോൺഗ്രസ് എക്സ് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി വാട്സ്ആപ്പ് ദുരുപയോഗം ചെയ്തുവെന്നും കോൺഗ്രസ് പറഞ്ഞു. വാട്സ്ആപ്പിന്റെ പോളിസി പ്രകാരം രാഷ്ട്രീയ അജണ്ടകൾക്കായി രാഷ്ട്രീയ പാർട്ടികൾക്കോ സ്ഥാനാർത്ഥികൾക്കോ വാട്സ്ആപ്പിന്റെ ബിസിനസ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ പ്ലാറ്റ്ഫോമിൽ ഇത്തരമൊരു സന്ദേശം എങ്ങനെ വന്നുവെന്നും BJPക്ക് മാത്രം പ്രത്യേകം നയമാണോ എന്നും കോൺഗ്രസ് ചോദിച്ചു. വിഷയത്തിൽ രൂക്ഷ വിമർശനവുമായി ശശി തരൂർ MP, TMC നേതാവ് മഹുവ മൈത്ര എന്നിവരും രംഗത്തുവന്നു. ഭരിക്കുന്ന പാർട്ടിയുടെ അജണ്ട നടപ്പിലാക്കാനായി സർക്കാർ വിവരങ്ങളുടെ ഈ ദുരുപയോഗത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കുമോ എന്ന് ശശി തരൂർ X-ൽ കുറിച്ചു. തെരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ വന്നതിന് പിന്നാലെയാണ് വികസിത് ഭാരത് എന്ന അക്കൗണ്ടിൽ നിന്ന് സന്ദേശം വന്നിരിക്കുന്നതെന്നും നാണമില്ലാത്ത ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം നികുതിദായകരുടെ പണം ഉപയോഗിച്ച് പ്രധാനമന്ത്രിയുടെ കത്തെന്ന വ്യാജേന നൽകാതെ BJP പാർട്ടിയുടെ അക്കൗണ്ടിൽ നിന്ന് അയക്കണമെന്നും മഹുവ തുറന്നടിച്ചു. പോസ്റ്റിനൊപ്പം ചില വിദേശ പൗരന്മാർക്കും കേന്ദ്ര സർക്കാർ സന്ദേശം ലഭിച്ചതിന്റെ സ്ക്രീൻഷോട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. UAEയിലെ നിരവധി വിദേശ പൗരന്മാരുടെ പേഴ്സണൽ വാട്സ്ആപ്പിലേക്കാണ് സന്ദേശം ലഭിച്ചത്. ഇന്ത്യക്കാർക്കു പുറമെ പാകിസ്ഥാൻ സ്വദേശികൾ ഉൾപ്പെടെ മറ്റ് രാജ്യക്കാരായ ആൾക്കാർക്കും ഈ സന്ദേശം ലഭിച്ചു എന്നുള്ളതാണ് ഏറെ കൗതുകകരം. मैं पाकिस्तानी नेशनल हूँ और मैं UAE में हूँ, तो मुझे एक व्हाट्सएप पे मैसेज रिसीव हुआ है विकसित भारत संपर्क का, तो ये मैं आपको दिखाता भी हूँ. ये इंडिया का मैसेज है जबकि मेरी नेशनलिटी पाकिस्तान है. तो ये मुझे क्यों रिसीव हुआ है उसके मैंने सोचा ये मैंने उसी टाइम उस नंबर को ब्लॉक कर दिया, लेकिन अभी मुझे पता लगा कि ये कुछ इंडिया गवर्नमेंट का कुछ इसका सर्वे चल रहा है. तो ये मैं आपको दिखाता हूँ ये पाकिस्तानी नेशनल को ये लोग क्यों भेज रहे हैं. इसकी ये देखिए ये मैसेज आया हुआ है और साथ ही मैंने इसको ब्लॉक किया हुआ है. അതുപോലെ അടുത്തിടെ ജോലിക്കായി ഇന്ത്യയിലേക്ക് എത്തിയ ദുബായിലെ ഒരു ബ്രിട്ടീഷ് പൗരനും ഇതേ സന്ദേശം ലഭിച്ചതായി പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഇത് തന്റെ പ്രൊഫഷണൽ ഇടപെടലുമായി ബന്ധപ്പെട്ടതാണെന്നാണ് അദ്ദേഹം കരുതിയത്. PDF അറ്റാച്ച്മെന്റിന്റെ രൂപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കത്തിനൊപ്പം ഇന്ത്യൻ സർക്കാരിന്റെ പദ്ധതികളെയും സംരംഭങ്ങളെയും കുറിച്ചുള്ള ഫീഡ്ബാക്കും നിർദ്ദേശങ്ങളും സന്ദേശത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ UAEയിലുള്ളവർക്ക് UAE പേഴ്സണൽ മൊബൈൽ നമ്പറിലേക്ക് എങ്ങനെ ഇന്ത്യയിലെ സർക്കാരുമായി ബന്ധപ്പെട്ട സന്ദേശം വന്നു, തങ്ങളുടെ നമ്പറുകൾ എങ്ങനെ ലഭിച്ചുവെന്നുള്ളതാണ് UAEയിലെ ആളുകൾ പരസ്പരം ചോദിക്കുന്നത്. ട്രൂകോളർ ഐഡികൾ പറയുന്നത് പ്രകാരം കഴിഞ്ഞ ദിവസം രാവിലെ വരെ ഈ നമ്പറിൽ നിന്ന് 212 തവണ സ്പാം കോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി ട്രൂകോളർ കാണിക്കുന്നുണ്ട്. കൂടാതെ ഈ സാഹചര്യത്തിൽ പെരുമാറ്റച്ചട്ട ലംഘനം നടന്നിട്ടുണ്ടെന്ന് ചണ്ഡീഗഡിലെ ഒരു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞു. സർക്കാർ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കാൻ ഒരു സർക്കാർ വകുപ്പ് സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് വാട്സ്ആപ്പ് ഉപയോഗിച്ചതായി തോന്നുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രധാനമന്ത്രി മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന് ആരോപിച്ച് കഴിഞ്ഞ ദിവസം തൃണമൂൽ കോൺഗ്രസ് MP ഒബ്രിയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയിരുന്നു. പൊതുഖജനാവിന്റെ ചെലവിൽ പരസ്യങ്ങൾ പ്രസിദ്ധീകരിച്ചു എന്നാണ് പരാതിയുടെ ഉള്ളടക്കവും.